Lord, we bless the holy name of the Lord this night. ഇന്ന് രാത്രികാലം ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. I want to thank God for allowing me to stand before the presence of God with the word of God. ഇവിടെ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനും മറ്റേ നാട്ടിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, അതുപോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവർ, ഈ കുടുംബത്തിലുള്ള സകല പ്രിയപ്പെട്ടവരും, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനവും നന്ദിയും ഞാൻ ആരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. In the beginning, I want to greet and give my thanks to everyone in this family and my family and everyone present in this meeting. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെയുള്ള ദൈവമക്കൾ വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. I can understand that the people of God who are here love the Lord, they love to serve the Lord and worship the Lord in the spirit. ഞാൻ ചില ദിവസങ്ങളായി അമേരിക്കയുടെ പ്രദേശത്തെ കടന്നു വന്ന് പല കൂട്ടായ്മകളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും സംബന്ധിച്ച് ഇങ്ങനെ ഇവിടെ വരെ എത്തുവാൻ ഇടയായി തീർന്നു. The other day I have been traveling throughout this country and attending many various services in many churches. പോയിടത്തെല്ലാം ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളെ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And in every place I went, I saw people of God who truly love the Lord. തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ അല്പസമയം വേറിട്ട് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇവിടെയുള്ള ദൈവമക്കൾ സമയം കണ്ടെത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. And also I want to thank God for finding the time to come to the presence of God to worship our God. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ജീവിത അനുഭവങ്ങളിൽ ദൈവപാദപീഠത്തിൽ കടന്നു വന്ന നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവത്തോട് അറിയിക്കുമ്പോൾ അവനൊരു ആശ്വാസമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. When we as people of God come to the presence of God and when we lay down our burden in His presence, we will find a comfort in His presence. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരുപാട് യുവാക്കൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. I see very many young people who are attending this meeting this night. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ ദേശത്ത് അനേക യുവതലമുറകൾ തെറ്റിപ്പോകുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ നിങ്ങൾ കാണിച്ച ആ വലിയ താല്പര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മീക സന്തോഷത്തെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. And many young people are walking away from God nowadays. I want to thank God for the youngsters who are here, who have shown their heart to come and worship our God. ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമെന്ന് പറയുന്നത് അവൻ യൗവനത്തിൽ ദൈവത്തിനെ അറിയുക എന്നുള്ളത്. Amen. The greatest blessing is to know the Lord while you are still young. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Amen. ആമേൻ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം ദൈവം ഞങ്ങളെ നിലനിർത്തി. Amen. And that is what has sustained us in our Christian walk up to this point. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ നേരെ ഇളയ അനിയനുമായി ഇവർ തമ്മിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവവേലയ്ക്ക് കടന്നു പോവുകയും ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം. The other day as we were talking, we knew that I and his brother were together working for the Lord in India in various places. ഞാൻ പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുമ്പോഴൊക്കെയും ഇങ്ങനെയുള്ള അനേക ദൈവദാസന്മാരെ കാണാറുണ്ട്. And I oftentimes when I travel to many places, I see people like this. എൻ്റെ വേലയെന്ന് പറയുന്നത് ഞാൻ ഒരു സഭയുടെ ഉത്തരവാദിത്വം എനിക്കില്ല. എനിക്ക് ദൈവം തരുന്നതായ സമയങ്ങളൊക്കെയും പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുക. When I say the work of the Lord, I do not have a charge in the church, but I go to different places and minister the word of God. പരസ്യങ്ങൾ നടത്തുക, അതുപോലെ ഭവന സന്ദർശനങ്ങൾ, സാധുക്കളായിരിക്കുന്ന ദൈവമക്കളുടെ അടുക്കൽ പോവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂട്ടായ്മ നടത്തുക, ആരാധന നടത്തുക എന്നുള്ളതായ രീതിയിലാണ് എൻ്റെ സുവിശേഷ വേല. The work that I do for the Lord is meeting with poor people, sharing the gospel on a personal basis and conducting open air meetings and encouraging them in the word. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Amen. And I rejoice in that. ആമേൻ. ലോകത്തിൽ ജീവിക്കുന്ന അനേകരുടെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. I mean, I know what is the problems and the trouble that many people are facing. ആവശ്യത്തിന്റെ മുഖത്തിരിക്കുന്നവരെ എനിക്ക് കാണുവാനായിട്ട് കഴിയും. There are many people that I meet who are in need. അവരോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ എനിക്കിടയാകും. And at times God has given me the chance to sit with them and pray for them. അനേകരെ ആഗ്രഹിക്കാത്ത, അനേകരെ തൃപ്തിപ്പെടാത്ത ഒരു കാര്യമാണ് സാധുക്കളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കുന്നതിന് വളരെ മടിയുള്ള. There are many people
people who are hesitant to go to the poor and the needy and minister among them. എനിക്ക് വളരെ സന്തോഷം സാധുക്കളായ ദൈവമക്കളോട് ഒരുമിച്ച് But at the same time, I rejoice even more going to the homes of the poor people and sitting with them and praying to the Lord. ദൈവത്തിന് മഹത്വം. Hallelujah. സ്തോത്രം. Amen. കർത്താവ് ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല തേടി വന്നത്, പാപികളെ അത്രേ തേടി. Jesus Christ in his ministry, he said, I did not come to seek the righteous, but to seek and save the sinners. നീതിമാന്മാരെന്ന് അഭിമാനിക്കുന്നവരെക്കാൾ അധികം ദൈവം സ്നേഹിച്ചത് ആവശ്യത്തിന്റെ മുഖത്തിരിക്കുന്ന, വിടുതലിന് വേണ്ടി കാംക്ഷിക്കുന്ന, അവൻ പാപികളായിരിക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്കാണ് കർത്താവ് പോകുവാൻ എപ്പോഴും. Jesus also desired that he will go among people who have a thirst and a hunger for God, who are poor and needy, rather than people who are righteous in themselves. Praise the Lord. Amen. Hallelujah. Amen. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെയും ജീവിതം അനുഭവമാണ്. And if we turn back to our life, that's what our experience is. നമ്മുടേതായിരിക്കുന്ന അവസ്ഥകൾ നോക്കാതെ, without considering our situation, നമ്മുടെ കുടുംബ പാരമ്പര്യം നോക്കാതെ, without looking at our family നമ്മുടെ background, കഴിവ് നോക്കാതെ, without looking at our skills, നമ്മുടെ ഒന്നും നോക്കാതെ നമ്മളെ സ്നേഹിച്ചവനായ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ കടങ്ങിയിരിക്കുവാനായിട്ട് we cannot remain silent when we think about the great love that he showed towards us. Praise the Lord. Amen. സ്തോത്രം. Amen. Amen. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷമുള്ള മുഖങ്ങൾ കാണും. When I rejoice at seeing faces who are glad. Amen. Praise the Lord. Thank you, Lord. Hallelujah. Amen. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് let us go to the word of God for our meditation this അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, to the book of the Ephesians, chapter number 1:4 മുതൽ 6 വരെയുള്ള chapter number 1 from verse 4 to 6. Praise God. Ephesians chapter number 1 verse 4 to 6. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുവചനത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായതിനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നിയമിക്കുകയും ചെയ്തുവല്ലോ. മതി നമ്മുടെ കണ്ണുകളുടെ പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കും. നിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ ദൈവവചനം അടിയന്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം. ഇന്ന് ഈ രാത്രികാലം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ഞങ്ങൾ മനുഷ്യരുടേതായ ബുദ്ധിയിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുവാൻ അടിയങ്ങൾക്ക് ആഗ്രഹമില്ല, അടിയനും ആഗ്രഹമില്ല. ദൈവം അടിയനോട് എന്ത് പറയുന്നു അത് പറയുവാൻ അടിയനെ തന്നെ സമർപ്പിക്കും. കർത്താവേ, വചനം കേൾക്കുവാൻ നിന്റെ ജനത്തെ ഇന്ന് രാത്രികാലം ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അടിയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് തുടർന്നും പരിശുദ്ധാത്മാവ് നയിക്കും. കർത്താവ് മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഞാനിന്ന് രാത്രികാലം നിങ്ങളുമായി ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. The word that I want to minister this night is about what Jesus Christ desires from us as people of God who are called by the Lord Jesus Christ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഓർത്ത സ്തോത്രം ചെയ്യുന്നു. I once again want to thank for every people that are present here. പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോൾ അനേകർക്ക് പേടിയാണ്. When people hear about prayer, many people are scared. പ്രാർത്ഥനയില്ലാത്ത ജീവിതം അത് വളരെ നഷ്ടമായി തീരും. A prayerless life is always a loss. ഒരിക്കൽ ഒരു എഴുത്തുകാരനായ ദേവദാസൻ ഇപ്രകാരം പ്രാർത്ഥനയെ കുറിച്ച് എഴുതുവാനിടയായി. One time a writer said like this about prayer. പ്രാർത്ഥനയില്ലാത്ത കുടുംബം എന്ന് പറയുന്നത് മേൽക്കൂരയില്ലാത്ത കുടുംബത്തിന് സമമാണ്. A prayerless family is like a family that doesn't have a roof over the top. പ്രാർത്ഥനയില്ലാത്ത വ്യക്തി ശക്തി ക്ഷയിച്ച വ്യക്തിയാണ്. A prayerless person is a powerless person. പ്രാർത്ഥനയില്ലാത്ത സഭ ചത്തതിന് തുല്യമാണ്. A prayerless church is just like a dead church. Praise the Lord. Amen. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടേതായ മഹാത്മ്യം ദൈവമക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ നന്മ നമ്മൾക്ക് അനുഭവിക്കാനാണ്. If you and I understand the greatness of prayer, you will get the blessings of praying. പ്രാർത്ഥനയ്ക്കാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ കിട്ടുവാൻ വളരെ പ്രയാസം. It is very hard
but to get people to pray these days. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പ്രസംഗിക്കുവാൻ അനേകരെ കിട്ടും. Nowadays we get many people to preach, പ്രാർത്ഥിക്കുവാൻ ജനങ്ങളെ കിട്ടാൻ വളരെ but ബുദ്ധിമുട്ടാണ്. to pray you get very seldom, you get very few people. അതിന്റെ